തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം ആരോപണ വിധേയനായ അധ്യാപകൻ നൌഷാദിന് സസ്പെൻഷൻ. സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് മാനേജ്മെന്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. നാടകീയ രംഗങ്ങളാണ് സ്കൂളിൽ അരങ്ങേറിയത്. വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങളാണ് ഇന്ന് രാവിലെ തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയത്. രാവിലെ എത്തിയ KSU പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയിട്ടു. തുടർന്ന് സ്കൂളിലേക്ക് മാർച്ചായി എത്തിയ SFI പ്രവർത്തകർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസും സ്കൂളിലെത്തിയിരുന്നു. അതേസമയം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ SFI KSU നേതാക്കൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അധ്യാപകനെ താൽക്കാലികമായി അവധിയിൽ വിടാനേ സാധിക്കുകയുള്ളൂ എന്ന മാനേജ്മെന്റ് നിലപാടിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഘടിപ്പിച്ചു. ഇരു വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്ലാസുകളിലെത്തി വിദ്യാർത്ഥികളെ പുറത്തിറക്കിയതോടെ നാടകീയ രംഗങ്ങളാണ് സ്കൂളിൽ അരങ്ങേറിയത്. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഓഫീസിന് മുമ്പിലെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ഘടിപ്പിച്ചതോടെ ഇവർ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ച് ആരോപണ വിധേയനായ അധ്യാപകൻ നൌഷാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി രേഖാമൂലം അറിയിച്ചു. തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. പ്രതിഷേധം കൈവിട്ടുപോയതോടെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളെയും വിട്ടയച്ചു. ആരോപണ വിധേയനായ അധ്യാപകൻ ചളവറ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗമാണെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാട് മാനേജ്മെന്റ് സ്വീകരിച്ചാൽ ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭവുമായി SFI എത്തുമെന്നും SFI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. PTM സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് എഴുതി നൽകിയിട്ടുള്ള ഉറപ്പാണ്. PTM ഹൈസ്കൂൾ തൃക്കടിയിലെ അധ്യാപകനായ ശ്രീ നൌഷാദ് അന്വേഷണ വിധേയമായി ഉടൻ പ്രാബല്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു. നൌഷാദ് എന്ന് പറയുന്ന UDFന്റെ വാർഡ് മെമ്പറും ഇവിടുത്തെ അധ്യാപകനുമായിട്ടുള്ള ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആ അധ്യാപകനെ ഈ സ്കൂളിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്നാണ് SFI ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. മാനേജ്മെന്റും അംഗീകരിച്ചിരിക്കുകയാണ്. ഈ വിജയം വിദ്യാർത്ഥികളുടെ വിജയമാണ്. ഇത് PTMലെ ഓരോ വിദ്യാർത്ഥികളുടെയും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ട വിദ്യാർത്ഥികളുടെ കൂടെ വിജയമാണ്. ഒരുപാട് രക്ഷിതാക്കൾ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട്. അവരെല്ലാം വരെയും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അധ്യാപകരുടെ ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നാൽ വലിയ സമരവുമായി SFI മുന്നോട്ട് പോകും. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അധികാരികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ഞങ്ങൾ ബോധപൂർവം സംശയിക്കുന്ന മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ 1-ാം വാർഡ് ചളവറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഈ അധ്യാപകൻ നൌഷാദ്. സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഇടപെടൽ ഇതിനകത്ത് നടക്കുമോ എന്നൊരു ആശങ്ക SFIക്കുണ്ട്. അതിലൂടെ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അധികാരികളുമായും ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്.
ഏതെങ്കിലും തരത്തിൽ അധികാര സംവിധാനത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ സ്ഥാപനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരും എന്ന് ഞങ്ങൾ ഈ അധികാരികളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എന്നും KSU കൂടെ നിൽക്കുമെന്നും വേണ്ടി വന്നാൽ സർക്കാരിനെതിരെ സമരം ചെയ്യാനും KSU തയ്യാറാണെന്നും KSU നേതാക്കളും പറഞ്ഞു. ഞങ്ങൾ ആദ്യം അഡ്രസ് ചെയ്ത് രാവിലെ വന്നിട്ട് ഗേറ്റ് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിനോട് പ്രതിഷേധം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുസ്ലിം നമ്മളെന്നും വിദ്യാർത്ഥികളാണ്, ഞങ്ങളെന്നും വിദ്യാർത്ഥികളാണ്. നാളെ ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെ നിലപാട് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ഞങ്ങൾ എന്തായാലും അതിനെതിരെ ഞങ്ങൾ സമരം. അതെ, സസ്പെൻഷൻ നമ്മൾ ആവശ്യപ്പെട്ടു. KSU രാഷ്ട്രീയപരമായിട്ട് പേരെടുക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതെന്തായാലും നമുക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ നിരന്തരം വിദ്യാലയത്തിൽ സംഘർഷം ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് കുട്ടികളുടെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാരെ പരമാവധി ഇവരിങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ തന്നെയാണ് നമ്മൾ പ്രതിഷേധം അറിയിച്ചത്.